തിരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ജനത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് അറിയാനായി. ഇപ്പോൾ TCVയുടെ നേതൃത്വത്തിൽ BJPയുടെ മുതിർന്ന നേതാവ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചേരുകയാണ്. നമുക്ക് ആദ്യം തൃശ്ശൂരിനെ കുറിച്ച് തന്നെ ചോദിക്കാം. തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയ പ്രതീക്ഷ പുലർത്തി മുന്നോട്ട് പോകുന്നു. ഭരണത്തിലേക്ക് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത്ര നിലയിലേക്ക് എത്തുമോ? ഭരണം പിടിക്കാൻ തന്നെയാണ് ഇത്തവണ NDA. കാരണം ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം, സുരേഷ് ഗോപിയുടെ അത്യുജ്വലമായിട്ടുള്ള വിജയം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം, വികസനം വേണോ NDA വേണം, ഇങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. ലോക്സഭയിലെ ആ ഒരു തെരഞ്ഞെടുപ്പ് പാറ്റേൺ അത് ഇതിലേക്ക് വരുമോ? ഈ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള വികസന ആവശ്യം ജനങ്ങൾക്കുള്ളത്. കാരണം NDA വന്നാൽ ഇവിടെ ഒരു MP ഉണ്ട്, മന്ത്രിയുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർ കേന്ദ്രത്തിലുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയാമല്ലോ, ഈ LDFനെ UDFനെ സഹായിച്ചുകൊണ്ട് ഇവിടെ ഒരു വികസനം വരാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് വികസനം വേണോ? മോദി സർക്കാരിൽ സ്വാധീനമുള്ള ഒരു കോർപ്പറേഷൻ ഭരണം ഉണ്ടാവണം. എത്രയോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. കേന്ദ്രം സഹായിച്ചിട്ടും കേരളത്തിൽ വികസനം നടക്കാത്തത് ഈ LDFും UDFും കാരണമാണ്. അത് ജനങ്ങൾക്കറിയാം. ജില്ലയിലെ കണക്കിൽ ഒരു മുനിസിപ്പാലിറ്റി കൂടി BJPയുടെ കണക്കിൽ പറഞ്ഞിരുന്നു. അതേതാണ്? അല്ല, മുനിസിപ്പാലിറ്റി ഒന്ന് എന്നുള്ളതല്ല. ഇത്തവണ വലിയ മാറ്റമാണ് സംസ്ഥാനത്തുണ്ടാവുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു മെയിൻ കണ്ടൻഡറായിട്ട് NDA വന്നിരിക്കുകയാണ്. ഒരു പ്രധാന കക്ഷിയായിട്ട് NDA വന്നിരിക്കുക. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴും ഒരുക്കങ്ങൾ തുടങ്ങിയതായി പറയുമ്പോൾ തൃശ്ശൂരിൽ കെ സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നു. അല്ല, അതൊന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ തീരുമാനിക്കുള്ളൂ. തീരുമാനിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം വെളിവാവും. ശരി, കെ സുരേന്ദ്രനാണോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ബന്ധപ്പെട്ട വിഷയങ്ങൾ TCVയോട് പങ്കുവച്ചത്?